ചോദ്യകർത്താവ് ചോദിച്ചത് സുന്നികൾക്കിടയിലുള്ള തർക്കവും വഹാബികൾക്കുള്ള ഇടയിലുള്ള തർക്കവും ഒരുപോലെയല്ലേ എന്നാണ്. പിന്നീട് അതിൻ്റെ വിശദീകരണം ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ചോദ്യം വന്ന സ്ഥിതിക്ക് അതൊന്ന് വിശദീകരിക്കാം. സുന്നികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മുജാഹിദുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെയല്ല എന്നത് നേരത്തെ നമ്മൾ അവരുടെ ശിർക്കാരോപണങ്ങളുമായി പറഞ്ഞ വിഷയവുമായി പറഞ്ഞ അതിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സുന്നികൾക്കിടയിലുണ്ടായിരുന്ന പിളർപ്പ് അത് സംഘടനാപരമായ ഒരു ചെറിയ വിഷയമാണ്, അത് ആദർശപരമല്ല എന്ന് കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായിരുന്ന കെ ഉമർ മൗലവി തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കി വായിക്കാം. ഓർമ്മകളുടെ തീരത്ത് പേജ് 25. സുന്നികൾക്കിടയിൽ ഉണ്ടായ മഹാപിളർപ്പ്. കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സമസ്തയിൽ നിന്നും പുറത്താക്കപ്പെടുകയോ പുറത്തു പോകുകയോ ചെയ്തു. ആദർശപരമല്ലാത്ത ചില ഭൗതിക കാര്യങ്ങളാണ് പിളർപ്പിന് കാരണമായത്. ഉമർ മൗലവി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു പല പ്രസിദ്ധീകരണങ്ങളിലും മുജാഹിദുകൾ തന്നെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സുന്നികൾക്കിടയിലുള്ള പിളർപ്പ് അതൊരിക്കലും ആശയപരമായ ആദർശപരമായ ഒരു പിളർപ്പല്ല എന്നത്. എന്നാൽ മുജാഹിദുകൾക്കിടയിലുള്ള പിളർപ്പോ? മുജാഹിദുകൾക്കിടയിലുള്ള പിളർപ്പ് അവർ തന്നെ എഴുതിയത് ഞാൻ വായിക്കാം. ജിന്ന് ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ വിചിന്തനം വാരികയുടെ ചീഫ് എഡിറ്ററാണ് EKM പന്നൂർ. അദ്ദേഹം എഴുതുന്ന പുസ്തകമാണിത്. അതിന്റെ 25-ാമത്തെ പേജിൽ പറയുന്നത് മാത്രം ഞാൻ വായിക്കാം. മുജാഹിദുകൾക്കിടയിൽ ജിന്ന് മലക്കുകളെ ചൊല്ലി ശരിയായ ആദർശ സംഘട്ടനമാണ് നടക്കുന്നത് എന്ന് കേരളത്തിലെ അമുസ്ലിമീങ്ങൾക്ക് പോലും അറിയാം. അപ്പൊ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് മുജാഹിദുകൾക്കിടയിലുള്ള പിളർപ്പ് അത് ആദർശപരമാണ്, പരസ്പരം ശിർക്കും കുഫറും ആരോപിക്കുന്നതാണ് എന്ന കാര്യം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു.